വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സൂര്യാസ് വേൾഡ്. ഇറ്റ്സ് മീ സൂര്യ. എല്ലാവരും ഹാപ്പി ഹെൽത്തി സേഫ് ആയിട്ടിരിക്കുന്നത്, ഞാനും ഇവിടെ സേഫ് ആയിട്ടാണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മുടെ ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ സ്കിൻ കെയർ റൂട്ടീൻ എങ്ങനെയായിരിക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ നമ്മുടെ ടീനേജേഴ്സ് എല്ലാവരും ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം, അത് ബോയ്സ് ആയാലും അതെ ഗേൾസ് ആയാലും മതി, ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളുടെ സ്കിൻ ടോൺ എങ്ങനെയുള്ളതായിരിക്കും എന്നാണ്. മെയിൻലി നമ്മുടെ ഫേസ് സ്കിന്ന് 4 ടൈപ്പാണ് ഉള്ളത്. ഒന്ന് ഓയിലി, ഡ്രൈ സ്കിന്ന്, നോർമൽ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നതെന്ന് വെച്ചാൽ, ഓയിലി സ്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം ഭയങ്കര ഓയിലി ആയിരിക്കും. അതെല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഓയിലി സ്കിൻ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ആയിരിക്കും, ഓയിലി സ്കിന്നായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മുടെ ഈ ഓപ്പൺ പോൾസ് ഒക്കെ ഉണ്ടല്ലോ, അത് നല്ല വിസിബിൾ ആയിരിക്കും. ഓക്കെ, അതിൽ നമ്മുടെ സെബം പ്രൊഡക്ഷൻ ഒരുപാട് കൂടുതലായിരിക്കും നമ്മുടെ സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക്. അപ്പോൾ നമ്മുടെ ഈ ഭാഗത്തും ഇവിടെയും ഫുള്ളായിട്ട് ഓയിൽ നിറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ടൈപ്പ് വന്നിട്ട് സ്കിൻ ഡ്രൈ ആയിരിക്കും, ഡ്രൈ സ്കിൻ ആയിരിക്കും. ആ ഡ്രൈ സ്കിന്നിന് കാരണം നമ്മുടെ ഈ സെബം പ്രൊഡക്ഷൻ ഉണ്ടല്ലോ അതിന് വളരെ കുറവായിരിക്കും. ഡീഹൈഡ്രേഷൻ എല്ലാം കൊണ്ട് നമ്മുടെ സ്കിന്ന് വളരെ ഡ്രൈ ആയി പോകും. അതാണ് ഡ്രൈ സ്കിന്ന്. പിന്നെ ഈ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരുടെ നമ്മുടെ മുഖത്തൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുമ്പോൾ തന്നെ ഒരു വെള്ള കളർ കാര്യങ്ങൾ, നമ്മുടെ സ്കിന്നിലൊക്കെ ജസ്റ്റ് ഒന്ന് വരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു വെള്ള കളർ വര പോലെ ഇങ്ങനെ വരും. അതൊക്കെ ഡ്രൈ സ്കിന്നുള്ള ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അവർക്ക് ഈ തൊലി ഇങ്ങനെ ഇളകി വരുന്നതായിട്ടും ഒക്കെ ഈ ഡ്രൈ സ്കിന്നുകാർക്ക് കാണാം. ഓക്കെ, അതെല്ലാം ഈ ഡീഹൈഡ്രേഷൻ്റെയും പിന്നെ എന്താണ് ഈ സെബം പ്രൊഡക്ഷൻ്റെയൊക്കെ കുറവ് കൊണ്ടിട്ടാണ് അങ്ങനെയെല്ലാം ഉണ്ടാവുന്നത്. പിന്നെ ഈ കോമ്പിനേഷൻ സ്കിൻ എന്ന് പറഞ്ഞാൽ രണ്ടും ഉണ്ടാവും. എന്താണ്, ഡ്രൈയും ആകും ഓയിലിയുമായിരിക്കും. അങ്ങനെയുള്ളതാണ് കോമ്പിനേഷൻ സ്കിന്ന്. പ്രത്യേകിച്ച് ഈ ടീ സോൺ ഉണ്ടല്ലോ, അതായത് ഈ ഫോർഹെഡിലും നമ്മുടെ ഈ നോസിൻ്റെ ഈ ചുണ്ടിൽ മൂക്കിൻ്റെ ഇരുവശങ്ങളുള്ള ഫോർഹെഡിൽ ചിന്നിൽ അങ്ങനെയായിട്ട് ഓയിൽ ഒരുപാടായിട്ട് കാണുകയും അതേ സമയത്ത് നമ്മുടെ ചിക്സിൽ കവിളുടെ എല്ലാം ഡ്രൈ ആയിട്ടും കാണുന്നതാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. അതേ സമയത്ത് ഈ നോർമൽ സ്കിൻകാരുണ്ടല്ലോ അത് ഈവൻ ടോൺ ആയിരിക്കും. നമ്മുടെ ഈ സെബം പ്രൊഡക്ഷൻ എല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിന്നുമായിരിക്കും നമ്മുടെ ഈ നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. അവർ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഒരു കുഴപ്പവും ഉണ്ടാവുകയില്ല. അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമ്മുടെ മുഖത്തൊന്നും അറിയാനുണ്ടാവുകയില്ല. അതാണ് നോർമൽ സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഈ ഫ്ലോലെസ് ആയിട്ടുള്ള സ്കിൻ ഉണ്ടല്ലോ അതെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ DNA ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, നമ്മുടെ ഡയറ്റും നമ്മുടെ ലൈഫ് സ്റ്റൈലും പിന്നെന്താ നമ്മുടെ സ്ട്രെസ്സും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ അതിനെയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ഫ്ലോനെസ്. അപ്പോൾ നമ്മൾ നല്ല ഈവൻ ടോൺ ആയിട്ടുള്ളൊരു സ്കിൻ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൂട്ടീൻ നമ്മുടെ ലൈഫിൽ മൊത്തം ഇങ്ങനെ തുടക്കത്തിൽ ഈ ടീനേജ് ആയിട്ടുള്ള ആ ഒരു തുടക്കത്തിൽ തന്നെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്കിന്നെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇതിനായിട്ട് കുറേ സ്റ്റെപ്പുകളുണ്ട്. അതായത് ആദ്യം തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക, പിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യണം, പിന്നെ ടോൺ ചെയ്യണം, പിന്നെ മോയ്സ്ചർ ചെയ്യണം, മാസ്ക് ചെയ്യണം. അങ്ങനെ കുറേ സ്റ്റെപ്പുകളുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്ത് പോകാനായിട്ട്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിൻ ടോൺ വേണമെങ്കിൽ നമ്മൾ ഈ സ്റ്റേജസ് എല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് ഇനി ആ സ്റ്റേജസ് എങ്ങനത്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഈ ടീനേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ചർമ്മം നമുക്ക് സംരക്ഷിക്കാം. അതായത് നമുക്ക് ക്ലെൻസ് ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൈരും അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവും അതിൻ്റെ കൂടെ റോസ് വാട്ടർ അല്ലെങ്കിൽ അലോവേറ ജെൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റം എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്തെടുക്കാം. അഥവാ നിങ്ങൾ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതിയായിരിക്കും. ഒരിക്കലും സോപ്പ് നമ്മൾ യൂസ് ചെയ്യരുത്. ചില ആൺകുട്ടികളും മുഖത്ത് സോപ്പ് യൂസ് ചെയ്യും. സോപ്പ് നമ്മുടെ മുഖത്ത് കൂടുതൽ ഡ്രൈ ആക്കുകയാണ് ചെയ്തത്. അത് ഒരിക്കലും നമ്മൾ ചെയ്യരുത് നമ്മുടെ ലൈഫിൽ. ഓക്കെ, നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന പോലെയല്ല നമ്മുടെ മുഖത്ത് സോപ്പ് അപ്ലൈ ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിൽ കുറച്ചും കൂടി നമ്മുടെ മുഖത്തേക്കായിട്ടുള്ള സ്കിന്നിന് കുറച്ച് ഒരു കട്ടിയുള്ളതായതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് വളരെ ലോലമായതുകൊണ്ട് അത് പെട്ടെന്ന് നമുക്ക് ഇറിറ്റേറ്റ് ആവും നമ്മുടെ സ്കിന്നിന്. ഓക്കെ, അപ്പോൾ ക്ലെൻസ് ചെയ്യുന്നത് നമുക്കറിയാമല്ലോ
കടലമാവും തൈര് അല്ലെങ്കിൽ ഹണി അല്ലെങ്കിൽ റോസ് വാട്ടർ അങ്ങനെയുള്ള എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യാം. പിന്നെ ആഴ്ച ഒരു ഒന്നോ രണ്ടോ ആഴ്ച കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ മുഖം നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യണം. എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചസാര ഉണ്ടല്ലോ, പഞ്ചസാരയും ഹണിയും അല്ലെങ്കിൽ നാരങ്ങാനീരും ഇതിലേതെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മുഖത്ത് പതിയെ ജെന്റിലി വേണം നമ്മുടെ മുഖത്ത് റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട്. മുഖക്കുരു ഉണ്ടെങ്കിൽ അവിടെ ഒരിക്കലും നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് വന്നിട്ട്. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ 1 2 തവണയിൽ നമുക്ക് മുഖത്ത് ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യാം. അത് ഓരോ സ്കിൻ ടൈപ്പിനുള്ള ഫേസ് മാസ്കും വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. ഡ്രൈ സ്കിന്നുകാർ അവരുടേതായിട്ടുള്ള ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുക, ഓയിലി സ്കിന്നുകാർ അങ്ങനെയുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായി പോവുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് നേരെ ഓപ്പോസിറ്റുള്ള റിയാക്ഷൻ ആയിരിക്കും നമ്മുടെ മുഖത്ത് അത് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വഴിയും ഞാനിത് പറഞ്ഞുതരാം ഏതൊക്കെ സ്കിൻ ടൈപ്പുകാർ ഏതൊക്കെ മാസ്ക് യൂസ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഓയിലി സ്കിൻകാരാണെങ്കിൽ നമ്മുടെ മുഖത്ത് എഗ് വൈറ്റ് ഉണ്ടല്ലോ, എഗ് വൈറ്റ് മാത്രം എടുത്ത് ഒരു ടിഷ്യൂ പേപ്പർ ഞാൻ മുമ്പ് എൻ്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. പിന്നെ മുൾട്ടാണി മിട്ടി യോഗോട്ടും അല്ലെങ്കിൽ റോസ് വാട്ടർ എന്നിവ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക. ഏതൊരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതൊരു ഫുള്ള് ഉണങ്ങി ഇങ്ങനെ വലിഞ്ഞിരിക്കാൻ അത്രയും നമ്മൾ അനുവദിക്കരുത്. ഒരു ആദ്യം ഉണങ്ങുമ്പോൾ തന്നെ നമുക്ക് പോയിട്ട് വാഷ് ഔട്ട് ചെയ്യാം. ഒന്നുകിൽ അത് 15 മിനിറ്റ് ആയിരിക്കും, ചിലർക്കത് 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലത് അബ്സോർബായിട്ട് ഡ്രൈ ആയി പോകും. ഓക്കെ, അപ്പം അത് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മുടെ മുഖത്ത് നോർമൽ സ്കിന്നുകാർ അവർ ഏത് മാസ്ക് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല, അവരുടെ മുഖം ഭയങ്കര ഹെൽത്തി ആയതുകൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടായിരിക്കുകയില്ല. കോമ്പിനേഷൻ സ്കിൻകാർ ഹണി പിന്നെ ലെമൺ ജ്യൂസ് അതെല്ലാം കൊണ്ട് മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. പിന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ടോണർ. ഓക്കെ, മൂന്നാമത്തേതാണ് ടോണറായിട്ടും അപ്ലൈ ചെയ്യുന്നത്. ഈ ടോണർ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോകളിൽ നെയിം ടോണർ എങ്ങനെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കാവുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാകും, അത് ആ ലിങ്കിൽ കയറിയാൽ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഓക്കെ, അത് പോയിട്ട് കണ്ടിട്ട് വരിക. അപ്പോൾ പിന്നെ റോസ് വാട്ടർ നമുക്ക് മുഖത്തും ടോണറായിട്ട് അപ്ലൈ ചെയ്യാം. പിന്നുള്ളതാണ് മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പോൾ ഓയിലി സ്കിൻകാരാണെങ്കിൽ എന്നെപ്പോലത്തുള്ള സ്കിൻകാരാണെങ്കിലും ഓയിലി സ്കിൻകാർ ജെൽ ടൈപ്പിലുള്ള മോയ്സ്ചറൈസർ കൂടുതൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അത് കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റ് ആയിരിക്കും, പെട്ടെന്ന് നമ്മുടെ മുഖത്തേക്ക് അബ്സോർബ് ആവുകയും സാധാരണ നോർമൽ സ്കിൻ പോലെ തന്നെ നമ്മുടെ മുഖം ഉണ്ടാവുകയും ചെയ്യും. അപ്പം അതാണ് ഒരു രീതി. പിന്നെ ഡ്രൈ സ്കിൻകാരാണെങ്കിലാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ ക്രീം ടൈപ്പുകളുള്ളത് അല്ലെങ്കിൽ കുറച്ച് ഒരു ഓയിലി ടൈപ്പുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സ്കിന്ന് കുറച്ചൊന്നും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ എപ്പോഴും ഒരുപാട് വെള്ളം കുടിക്കണം, അത് നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാം. ഒരു ദിവസം കുറഞ്ഞതൊരു 8 ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മുടെ സ്കിന്നിൽ നമ്മൾ കുടിച്ചിരിക്കണമെന്നാണ് ഡോക്ടേഴ്സ് പോലും പറയാറുള്ളത്. ഓക്കെ, അതൊരു നല്ലൊരു കാര്യമാണ്, നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതായിട്ടുള്ളതാണ്. പിന്നെ ഈ ടീനേജേഴ്സ് ആണെങ്കിൽ ഒരുപാട് മേക്കപ്പുകളൊന്നും നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് കെമിക്കൽസ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ തന്നെ മാറിപ്പോകും. എന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ സ്ട്രക്ചറിലൊക്കെ മാറ്റം വരാനായിട്ട് ഒക്കെ അത് ആവും. അതുകൊണ്ട് 20+ കഴിയുമ്പോൾ 20+ തന്നെ ഒരു 24, 23 ആ ഒരു ഏജ് ആകുമ്പോഴത്തേക്കും നമുക്ക് നല്ല ബ്രാൻഡിൻ്റെയൊക്കെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, അഥവാ യൂസ് ചെയ്യുവാണെങ്കിൽ തന്നെ. ഓക്കെ, പിന്നെ നമ്മൾ രാത്രി കിടക്കാൻ നേരം നമ്മുടെ ഫേസ് ഇതുപോലെ തന്നെ വാഷ് ചെയ്യണം, ടോൺ ചെയ്യണം, മോയ്സ്ചർ ചെയ്യണം. പിന്നെ ഏതെങ്കിലും ഒരു 1-2 ആഴ്ചയിൽ 2-3 ദിവസം നമ്മൾ മാസ്ക് മുഖത്തിടുന്നത് നല്ലതായിരിക്കും. ഈ ഒരു റൂട്ടീൻ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം നന്നായിട്ട് ഹെൽത്തി ആയിരിക്കും എന്നുള്ളതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ അടുത്തുള്ളൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നിരിക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു.